ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാനിപ്പോൾ എവിടെ ഉള്ളത്. വയനാടാണുള്ളത്. ഇവിടെ വൈൽഡ് പ്ലാനറ്റ് ബാന ഹൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടിലാണ് ഇപ്പം ഞാനും ആദ്യം ചേച്ചിയുള്ളത്. നമ്മൾ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ട്രിപ്പ് പോകണമെന്ന്. അപ്പം ഇന്നാണ് ആ ഡേറ്റ് ഒന്ന് ഒത്തു വന്നത്. കഴിഞ്ഞ ആഴ്ച ഫുൾ പനിയൊക്കെ ആയിട്ട് പോകത്തില്ല എന്ന് തന്നെ വിചാരിച്ചിരുന്നതാണ്. ബട്ട് എന്തോ ഇന്ന് വന്നു. അപ്പോൾ നമ്മൾ 1 മണിക്കാണ് ചെക്ക് ഇൻ ആയത്. ഇപ്പം നമ്മൾ കുളിച്ചു ഫ്രഷായി. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം. 3 മണി വരെ ഇവിടെ ഫുഡുള്ളൂ. ബുഫേ ആണ്. ആദ്യം ചേച്ചി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാനാ ഫസ്റ്റ് കുളിച്ചതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ റെഡി ആയിട്ട് നിൽക്കുക. ഇനി ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഞാൻ മര്യാദയ്ക്ക് കാണിച്ചു തരാം. പിന്നെ റൂം ടൂറും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ഫുഡ് പോയി കഴിച്ച് തന്നിട്ട് കാണിച്ചു തരാം. ഫുള്ള് മെസ്സായിട്ടാണ് കിടക്കുന്നത്. നമ്മൾ റെഡി ആയതിൻ്റെ ഒരു അല്ലറ ചില്ലറ മെസ്സുണ്ട് ഇവിടെ. അപ്പോൾ ഫുഡ് പോയി കഴിക്കുന്നതൊക്കെ കാണിച്ചു ഈ റൈസ് എടുക്കുന്നു. ഞാൻ നമ്മുടെ നാട്ടിലത്തെ ചോറ് എടുക്കുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഞാൻ എല്ലാത്തിനും തന്നെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. മട്ടൻ കറി അടിപൊളിയാണ്. അടിപൊളി. ചിക്കനല്ല, സെക്കൻഡ് ട്രിപ്പ് എൻ്റെ ഫുഡ് എടുത്തു. എനിക്ക് നല്ല കണക്ക് വിശക്കണം. വയറും കടമെടുത്ത് വന്നേക്കുന്നത്. ഇതാണ് നമ്മുടെ ഫുഡ് കഴിക്കുന്ന ഏരിയ. പെൺവീട്ടുകാരുടെ വക തീറ്റ മത്സരം. എന്താ ഇവിടെ നമ്മളിപ്പോൾ ജസ്റ്റ് നേച്ചർ വാക്കിന് ഇറങ്ങിയതാണ്. നമ്മളെ വൈൽഡ് പ്ലാനറ്റ് ബാന ഹൈറ്റ്സ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി. ഞാനും ആദ്യം കൂടെ. ചേച്ചി ഉറങ്ങാനേ വിടുന്നില്ല. അപ്പോൾ ഞാൻ ഈ റിസോർട്ടിനെ പറ്റി നിങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞില്ല. ഇതെന്ന് പറയുന്നത് വൈൽഡ് പ്ലാനറ്റ് ബാന ഹൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് റിസോർട്ടാണ്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ് കുറേ ക്യാമ്പിങ്ങിൻ്റെ ഇത് കേൾക്കുന്നുണ്ടോ? കുറേ ക്യാമ്പിങ്ങിൻ്റെ ഇത് നോക്കി കുറേ ആൾക്കാരെ വിളിച്ചു നോക്കി. ഒന്ന് സെറ്റാകുമ്പോൾ ഒന്ന് റെഡി ആവത്തില്ല, ഒന്ന് സെറ്റാകുമ്പോൾ ഒന്ന് റെഡി ആവത്തില്ല. എല്ലാം കൂടെ അവസാനം നമ്മുടെ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരിത് റെഡിയായി വന്നത് നമ്മുടെ വൈൽഡ് പ്ലാനറ്റ് ബാന ഹൈറ്റ്സിലാണ്. സോ നമുക്ക് ടോട്ടലായിട്ട് ഒരു റൂമാണ്. ഒരു റൂമിന് 15,300 അത്ര എന്തോ ആണ് റേറ്റ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ചെക്ക് ഇൻ ചെയ്തു. നാളെയാണ് ചെക്കൗട്ട്. ഒരു ഡേ മാത്രമേ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവരുടേതായിട്ടുള്ള കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വഴിയേ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ നേച്ചർ വാക്ക് ഞാൻ പറഞ്ഞത് ഗായ്സ്, ഇവിടെ നല്ല രസമുണ്ട്. നേച്ചർ വാക്കിന് ഇറങ്ങിയതാ. ഇവിടെ ഒരു പൂളുണ്ട്. നമ്മൾ വൈകിട്ട് പൂളിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങും. നമ്മൾ വൈകിട്ട് ഇറങ്ങാനാണ് പ്ലാൻ. കളിക്കണ്ട, എനിക്കറിയത്തില്ല എങ്ങനെ കളിക്കണ്ട.
ഓ അതെ നിങ്ങൾ ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. ഒരു രക്ഷയില്ല. നമ്മൾ വലിയൊരു ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് വരും. ഒരു അഡ്വഞ്ചറസ് ആയിരുന്നു. റോപ്പിന്റെ മണ്ടയിൽ കൂടെ നടക്കുന്നതും ചാടുന്നതും. നല്ല പേടിയായി. ഒരു വലിയൊരു ആക്ടിവിറ്റി ഒക്കെ ചെയ്തിട്ടിരിക്കുക. നല്ല പേടിയായി എന്ന് പറഞ്ഞാൽ മുകളിൽ ഫുൾ റോപ്പിന്റെ മണ്ടയിൽ കൂടെ നടക്കണം. കുറേ ഭയങ്കര പാടോട്ട് നടക്കാം. പേടിച്ച് അലറി കൂവി. അപ്പോൾ അതേ ചായ കുടിക്കുകയാണ്. ഹൈ ടീ ഇതിൻ്റെ മണ്ടയിൽ നിന്നിട്ട്. ഇനി അടുത്തത് ടീ ഒക്കെ കഴിഞ്ഞ് നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പോകുമ്പോൾ അവിടുത്തെ ടൈമിംഗ് 7:30 വരെ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴെങ്കിലും ഇറങ്ങണം. ഇല്ലെങ്കിൽ നമ്മൾ നാളെ ഒന്നുകൂടെ ഇറങ്ങും. രാവിലെ ചെക്കൗട്ട് ആവുന്നതിന് മുന്നേ കുറച്ച് മുന്നേ നമ്മളൊന്നുകൂടെ ഇറങ്ങും. ഞാൻ ഭയങ്കര എക്സൈറ്റഡാ. കുറേ നാളെ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയിട്ടോ. എല്ലാവരും ഒരു ഉമ്മ ഇങ്ങോട്ട് 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 ഒരു ഉമ്മ. പാട്ട് പാട്ട് ഇഷ്ടമാണോ? നമ്മളിപ്പോ പൂളിലൊക്കെ പോയി കൊഴിഞ്ഞു വന്നൊക്കെ കഴിഞ്ഞു വന്ന് ക്യാമ്പ് ഫയർ ഉണ്ട്. ഒരു ചേട്ടന് ലൈവ് സിംഗിങ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ചേട്ടൻ അവിടെ പാടുന്നത്. ഞാൻ ഇപ്പൊ കുളിച്ചിറങ്ങിയതേ ഉള്ളൂ. ഗൈസ്, ഇതാണ് ഇന്നത്തെ എൻ്റെ ഡിന്നർ. എനിക്ക് വലിയ കാര്യമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇത്ര എടുത്തുള്ളൂ. സ്കൂളിലൊക്കെ ഇറങ്ങി ഡാൻസ് കഴിഞ്ഞിട്ട് ആകെ വല്ലാണ്ടിരിക്കുക ഗൈസ്. പക്ഷെ ഭക്ഷണത്തിന് നമ്മളൊരു ഇതും വരുത്തരുത്. ഇതോടുകൂടി ഞാൻ എൻ്റെ കലാപരിപാടികൾ അവസാനിപ്പിക്കും. ഗായ്സ്, ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. നമ്മൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് നമുക്ക് നാളെ രാവിലെ നേരത്തെ എണീക്കണം കേട്ടോ. ട്രക്കിംഗ് ഉണ്ട്. ട്രക്കിംഗ് കഴിഞ്ഞ് 11 മണിക്ക് ചെക്കൗട്ട്. എനിക്ക് പോകാൻ തോന്നുന്നില്ല. എന്തായാലും തോന്നുന്നു. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. സീ ഓൾ ടുമോറോ മോർണിംഗ്. ബൈ ഗൈസ്. നമ്മൾ ട്രക്കിങ്ങിന് പോകാൻ ലേറ്റായി. അവരൊക്കെ അങ്ങ് മണ്ടയിലെത്തി. നമുക്ക് പോകണ വഴിയോ അറിയൂല. നമ്മൾ ലേറ്റായി. മോനെ, ഈ വഴിയാണോ പോകണ്ടേ? ഇവിടെ ഈ വഴിയാണോ പോകേണ്ടതെന്ന് അറിയാൻ പറ്റില്ല. അതായിരിക്കും മേലോട്ടതല്ലേ. നമ്മളെ കൂട്ടാണ്ട് പോയില്ല. അത് ശരിയായില്ല. നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്. നമ്മളോട് ആടി വിലഞ്ഞ് നമ്മളുടെ റിസോർട്ട് അതാ നമ്മുടെ റൂം. ജനലടച്ചിട്ടില്ല. നമ്മൾ ട്രക്കിങ്ങിന് ഇറങ്ങിയേക്കാണ്. ഒന്ന് നിൽക്കുവോ? പണ്ട് ഞാൻ മത്സ്യത്തൊഴിലാളിയായിരുന്നു എനിക്ക് തോന്നണം.
ഇത് ഏതാ വഴി? ഞങ്ങൾക്ക് വഴി മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ആരെങ്കിലും രക്ഷിക്കാൻ വരുമോ ഗൈസ്? ഞങ്ങളുടെ ട്രെക്കിംഗ് 8 നില. പോയവരൊക്കെ തിരിച്ചിറങ്ങി വരിക. നമ്മളപ്പോൾ റിസോർട്ടിൽ വിളിച്ച് നമുക്ക് വഴി അറിയത്തില്ല പറഞ്ഞിട്ട്. അപ്പോൾ അവർ പറഞ്ഞു ഗസ്റ്റിനെ നമ്മളങ്ങനെ ഒറ്റയ്ക്ക് വിടാറില്ല. നമ്മളെന്തിനാ ഒറ്റയ്ക്ക് വിട്ടേ? അല്ലേ അവനവിടെ വന്നാൽ കൂടെ വന്നുകൂടായിരുന്നോ? ആ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. വഴി പറഞ്ഞാൽ നമ്മൾ പോയിട്ട് വരാം. അപ്പം അവരുടെ അടുത്ത് പറഞ്ഞു നമുക്ക് മോളിൽ പോകണമെന്നുണ്ട്. അപ്പം മാമിന് പോകുന്ന റിസ്ക് ആണ്. ഇവർക്ക് വഴി വെച്ചിട്ട് കറക്റ്റ് വഴി പറഞ്ഞു തന്നൂടെ? അവർക്കറിയാം നമ്മളിവിടെ നിൽക്കുന്നത്. വലത്തോട്ട് വഴിയാണ് നമ്മൾ കയറിപ്പോയി. ഇവിടെ ഏത് വലത്തെന്നും പറഞ്ഞിട്ട് അല്ല, റിസോർട്ടിൽ ആൾക്കാർ നമ്മളെ കാണുന്നുണ്ടെന്ന്. റിസോർട്ടിൽ ആൾക്കാർ നമ്മളെ കാണുന്നുണ്ടെന്ന് ഫോൺ വിളിച്ചപ്പോ അതെങ്ങനെ കാണാണ്ടിരിക്കും? 3 തെറിച്ച് കളർ വിട്ട് വന്നേ. വയലറ്റ് റോസ് നന്നായില്ലേ? റീനു തൊഴിലിപ്പൊക്കെ കാണിക്കൂ. നമ്മളെ ഒരു ചേട്ടൻ കണ്ടു, മേലോട്ട് കയറി വരാൻ പറഞ്ഞു. നമ്മൾ വന്ന വഴി കറക്റ്റ് ആയിരുന്നു. അയ്യോ ഇനി ഇങ്ങോട്ടോ? അവിടോ? പക്ഷെ അവിടെ 2 റൂട്ട് ഉണ്ടായിരുന്നു. വഴി തെറ്റിപ്പോയാണോ? ചേട്ടാ ഹായ്. കോടമഞ്ഞിലൂ ചെയ്തിരിക്കണം. പോവാം. വടിയൊക്കെ കൊത്തി. ഇപ്പോഴാണ് റിയലൈസേഷൻ വന്നത്, കയറുന്നതിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ് ഇറങ്ങാൻ. ഗൈസ് ഞങ്ങൾ ഇന്നലെ ഇവിടെ ഒരു അഡ്വഞ്ചറിനകത്ത് ചെയ്തു. എന്നാടി നിങ്ങൾക്കതൊന്നും കൂടെ വൃത്തിക്ക് കാണിച്ചു തരാം. ഇത് കാണുന്നുണ്ടോ? ഈ മേളിൽ കൂടെ നമ്മൾ റോപ്പ് തന്നിട്ട് അതിനകത്തൂടെ നടന്നു പോകണം. അല്ലാ സ്വർലോകം കണ്ടു. ഗൈസ് അങ്ങനെ നമ്മുടെ ട്രെക്കിംഗ് അവസാനിച്ചു. നമ്മൾ സക്സസ്ഫുള്ളി വീട്ടിലെത്തിയിരിക്കുന്നു ഗൈസ്. തുണ്ടിച്ചാടിയൊക്കെ വരുന്നു. സൂപ്പറായിരുന്നു ഗൈസ്. അമ്മ എൻ്റെ ഒറിജിനൽ മുടി ഇതാണ് ഗൈസ്, ചുരുണ്ട മുടി. എൻ്റെ ഒറിജിനൽ മുടി ഞാൻ പ്രേക്ഷകരെ കാണിക്കുകയായിരുന്നു. നമ്മളിനി ഫുഡ് കഴിക്കാനായിട്ട് പോവാ. നല്ല വിശക്കുന്നുണ്ട്, എനിക്ക് നല്ല ഫുഡ് വേണം. വിശക്കുന്നുണ്ടോ? ആ നല്ല വിശക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് നമ്മുടെ ഈ 2 ദിവസത്തെ സെറ്റിലായിരുന്നോ? ഒന്നും കൂടെ ഇനി നമുക്ക് ഇനി ഇങ്ങനെ പ്ലാൻ ചെയ്യാം. ഇത്രേ കാണിക്കാൻ പറ്റത്തുള്ളൂ ഗൈസ്. ഗൈസ് നമ്മുടെ റൂം ഭയങ്കര മെസ്സി ആയിട്ടാണ് കിടക്കുന്നത്. കാരണം നമ്മൾ ഓൾറെഡി രാവിലെ ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ റൂം വൃത്തിയാക്കിയിട്ടില്ല. ലാസ്റ്റ് പോകുന്നിടത്ത് കാണിച്ചു തരാം കേട്ടോ. ഗൈസ് എനിക്ക് ആക്ച്വലി ഇന്ന് കുറച്ച് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ് എല്ലാം എടുത്തിട്ടുണ്ട്. പ്ലസ് ഒരു ചോക്കോസ്. കുറച്ച് പൂരി കഴിക്കാം.
ഇത് അടിപൊളി. ചന മസാല. കടലക്കറി. ആ വീട് വയത്തിനും ഇവിടെ നിന്നാണ് വന്നത്. എൻ്റെ വീടിന് 2 വീട് അപ്പുറത്തുള്ള ഗൈസ്, ഞാൻ ചായ എടുക്കാൻ പോയപ്പം അവിടെ ചായ അടിക്കുന്ന ചേട്ടനെ നമ്മൾ പരിചയപ്പെട്ടു വന്നപ്പം ചേട്ടൻ കൊല്ലം, ഞാനും കൊല്ലം. അത് കഴിഞ്ഞപ്പോൾ കൊട്ടാരക്കര, ചേട്ടൻ കൊട്ടാരക്കര. അത് കഴിഞ്ഞപ്പോൾ ഞാനും ഓടണാവട്ടെ. പക്ഷെ നമ്മളിതുവരെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ സംഭവങ്ങളെല്ലാം വീടൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. നമുക്ക് ചെക്കൗട്ട് ആവാൻ സമയമായി. അപ്പം അതിന് 1 ലാസ്റ്റ് ടൈം ആയിട്ട് നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പോവാണ്. അതും കൂടെ കഴിഞ്ഞ് പയ്യപ്പോ വീഴും. ഈ ഡ്രസ് എനിക്ക് തരുമോ? സ്വിമ്മിങ് സ്യൂട്ട്. ജാനി നമ്മള് പൂളിലൊക്കെ ഇറങ്ങി കഴിഞ്ഞ് തിരിച്ച് പോവാ. നമ്മൾ തലയൊന്നും നനച്ചിട്ട് ജസ്റ്റ് ഇറങ്ങിയതേ ഉള്ളൂ. ഷൂസൊക്കെ കൈ പിടിച്ചേക്കാം. ഗൈസ്, നമ്മൾ പോവാൻ സമയമായി. പക്ഷെ ഞാൻ നിങ്ങൾക്ക് റൂമൊന്നും കാണിച്ചു തന്നില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് റൂം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കയറി വരുമ്പോൾ ഇതാണ് നമ്മുടെ റൂം ഉണ്ടായിരുന്നത്. നമ്മളിത് ഓൾറെഡി യൂസ് ചെയ്തോണ്ട് കേട്ടോ കുറച്ച് മെസ്സായിട്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങനത്തെ സെറ്റപ്പ്. പിന്നെ നമ്മൾ നല്ല വ്യൂ ആയിരുന്നു. മല കാണാം. ഇവിടെ 2 ആൾക്കാർ വെയിറ്റ് ചെയ്യാൻ എനിക്കാണ്. നമ്മുടെ ബാത്റൂം എല്ലാം ഭയങ്കര നീറ്റായിരുന്നു. അപ്പോൾ ഗൈസ് ബൈ, ഞങ്ങൾ പോവാ. കൊള്ളാം. അതെ, ടാറ്റാ. നമ്മൾ പോവുകയാണ്. ബൈ. അടുത്ത തവണ നമുക്ക് കാണാമെന്നൊരു പ്രതീക്ഷ. നമ്മളിപ്പം കർലാട് ലേക്കിൽ വന്നേക്കാണ്. ഇവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതെവിടെ ഇറക്കി വെക്കാൻ പറ്റുമോ ലഗേജ്? അത് നമുക്ക് ചോദിച്ചു നോക്കാം. ലഗേജ് ഇവിടെ വെക്കാൻ പറ്റുമോ? ഞാൻ സിപ്പ് ലൈനിൽ കയറാൻ പോവാ. അപ്പം അതിന് ആടയാഭരണങ്ങളൊക്കെ അടിഞ്ഞാൽ പോയി ചെയ്തിട്ട് വരാം. നമ്മളിത് ചെയ്യുന്നതിന്റെ പേരെന്താ? പെഡൽ ബോട്ട്. ചേച്ചി ചവിട്ട് തള്ള. നമ്മളാണ് ചവിട്ടുന്നത്. നമുക്ക് ഇതുവഴി കറങ്ങി അങ്ങനെ കറങ്ങി തിരിച്ചു. ഹലോ, എനിക്ക് ഈ പെഡലിന്റെ സംഭവം ഇത്ര അറിയുള്ളൂ. അങ്ങോട്ട് ആഞ്ഞു ചവിട്ട്. അപ്പോൾ ഗായ്സ്, നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ വയനാട് വ്ളോഗ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.